ഹായ് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് CBSE ബോർഡ് എക്സാമിനേഷൻ പടിവാതിക്കൽ നിൽക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വൺ ഓഫ് ദി ടഫസ്റ്റ് ബോർഡ് എക്സാമിനേഷൻ ആണ് ക്ലാസ് CBSE ബോർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഫിസിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്കിലൂടെ എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ എക്സാം ഹാളിൽ കയറിയിട്ട് ജനറൽ ഇൻസ്ട്രക്ഷൻ ഒക്കെ വായിച്ച് സമയം കളയേണ്ടതില്ല. എന്തൊക്കെയാണ് ജനറൽ ഇൻസ്ട്രക്ഷൻ എന്നും അതേപോലെ തന്നെ നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ഓരോ ചാപ്റ്ററിൽ എത്ര മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എത്ര ചോദിച്ചിട്ടുണ്ട്, ഡെറിവേഷൻ എത്ര ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എത്രയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ആ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ തന്നെ ആയിരിക്കും നിങ്ങളുടെ ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിലൂടെ നമുക്ക് അടക്കാം. അത് തന്നെ ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ്. നമുക്കറിയാം 33 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. 70 മാർക്കിനായിരിക്കും, 3 മണിക്കൂറത്തെ എക്സാമിനേഷൻ ആയിരിക്കും. ABCDE എന്ന് പറയുന്ന 5 സെക്ഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ A സെക്ഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ 12 MCQയും അതേപോലെ തന്നെ 4 അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിനുശേഷം B സെക്ഷൻ ആണ്. B സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷോർട്ട് ആൻസർ ആണ് എഴുതേണ്ടത്. അത് 2 മാർക്കിനായിരിക്കും. C എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ആണ്. D എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കേസ് സ്റ്റഡി ആണ്. അത് 4 മാർക്കിന്റെ ആയിരിക്കും. E എന്ന് പറയുന്നത് ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ എത്ര ആയിരിക്കും? 5 മാർക്കിനായിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അതേപോലെ തന്നെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് കുറച്ച് കോൺസ്റ്റന്റ് വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ഏതാണോ കോൺസ്റ്റന്റ് നിങ്ങൾക്ക് വേണ്ടത് ആ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ വർഷത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 2025-26 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കാരണം ആ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും നമ്മുടെ ഫൈനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം, ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്. ഈ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിൽ നിന്നും ഒരു അസേർഷനിസം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആകെ ആ ചാപ്റ്ററിൽ നിന്നും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചത്. ഇനി രണ്ടാമത് ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പോയി കഴിഞ്ഞാൽ ഒരു MCQ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആകെ മൊത്തം 6 മാർക്കാണ് സെക്കൻഡ് ചാപ്റ്ററിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ നോക്കുവാണെങ്കിൽ കറന്റ് ഇലക്ട്രിസിറ്റിയിൽ ഒരു MCQ ഉണ്ടായിരുന്നു, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആകെ മൊത്തം 6 മാർക്കിനാണ് അവിടെ ചോദിച്ചത്. അതേപോലെ തന്നെ നമ്മൾ നാലാമത്തെ ചാപ്റ്റർ വരാൻ നേരത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു MCQ ഉണ്ട്, അതേപോലെ തന്നെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ടോട്ടൽ 11 മാർക്കാണ്. ഈ ഓർ ഇട്ടിരിക്കുന്നത് വെച്ചാൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് മാഗ്നറ്റിസം ആയിട്ടുണ്ട്, മൂവിങ് ചാർജും ഉണ്ട്. ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതിയാവും. 2 ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ആൻസർ ചെയ്ത്, അതാണ് ഓർ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ മാഗ്നറ്റിസം ആയിട്ട് വരികയാണെങ്കിൽ MCQ 1 മാർക്ക്, അതേപോലെ തന്നെ നമ്മുടെ B സെക്ഷനിൽ 2 മാർക്കിന് 1 ക്വസ്റ്റ്യൻ, C സെക്ഷനിലും 1 ക്വസ്റ്റ്യൻ. അങ്ങനെ മൊത്തം 5 മാർക്കിനാണ് നമ്മുടെ 6 മാർക്കിനാണ് നമ്മുടെ മാഗ്നറ്റിസം മാറ്ററിൽ നിന്ന്, അങ്ങനെ 6 മാർക്കിനാണ് നമ്മുടെ മാഗ്നറ്റിസം മാറ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡസ്ട്രിയോട് പോയി കഴിഞ്ഞാൽ 2 മാർക്കിന്റെ 1 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 3 മാർക്കിന് 1 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ടോട്ടലി 5 മാർക്കിനാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ദെൻ കറന്റ് ഇലക്ട്രിസിറ്റിയിൽ പോയി കഴിഞ്ഞാൽ MCQ 1 മാർക്കിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ 5 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ 1 മാർക്കാണ് ഇട്ടിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. അതായത് മൂവിങ് ചാർജസിലെ 5 മാർക്കിന്റെ 1 ക്വസ്റ്റ്യനോ, അതല്ല എങ്കിൽ ആൾട്ടർനേറ്റിംഗ് കണ്ടിലെ 5 മാർക്കിന്റെ 1 ക്വസ്റ്റ്യനോ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം എഴുതിയാൽ മതിയായിരിക്കും. അപ്പോൾ ഓൾറെഡി 5 ഇവിടെ ഞാൻ കൂട്ടിയത് കൊണ്ടാണ് ഇവിടെ 1 മാർക്കിന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 6 മാർക്കിന് അവിടെ എന്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആകെ 3 മാർക്ക്. കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറഞ്ഞൊരു ചാപ്റ്ററാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ റേ ഒപ്റ്റിക്സ് ആണ്. കൊല്ലോ കമ്പനി എന്ന് പറയാൻ വേണ്ടി ചാപ്റ്ററാണ് റേ ഒപ്റ്റിക്സ്. റേ ഒപ്റ്റിക്സിൽ നിന്ന് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നിങ്ങൾക്ക് കാണുന്നുണ്ട് 5 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, MCQ, അതേപോലെ തന്നെ ഒരു അസേർഷൻ റീസൺ. ആകെ 10 മാർക്കിനാണ് ചോദിച്ചത്. ദെൻ അതിനുശേഷം വേ ഒപ്റ്റിക്സിലോട്ട് വരുവാണെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. 3 മാർക്കിന് 1 ക്വസ്റ്റ്യൻ, MCQ, അതേപോലെ അസേർഷൻ റീസണും 1 മാർക്ക് വെച്ച്. ദെൻ ഡ്യുവൽ നേച്ചറിലോട്ട് വരുവാണെങ്കിൽ 6 മാർക്കിനും, ആറ്റത്തിലോട്ട് വരുവാണെങ്കിൽ 4 മാർക്കിനും, ന്യൂക്ലിയറിലോട്ട് വരുവാണെങ്കിൽ 4 മാർക്കിനും, സെമി കണ്ടക്ടർ 7 മാർക്ക്. അങ്ങനെ ടോട്ടലി 70 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ വിചാരിക്കുന്ന റേ ഒപ്റ്റിക്സ് ആണ്, ഒരിക്കലുമല്ല. നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഏറ്റവും കൂടുതൽ വെയിറ്റേജിൽ ചോദിച്ചത് ഏതാണ്? മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ്. 11 മാർക്കിനാണ് അവിടെ നിന്ന് എന്ത് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അത് നമ്മുടെ എന്തായിരിക്കും? റേ ഒപ്റ്റിക്സ് ആണ്. 10 അതിനുശേഷം വരുന്ന ഏതാണോ മക്കളെ? അതിനുശേഷം വരുന്ന സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആണ്. 7 മാർക്കാണ്
സെമി കണ്ടക്ടർ തിയറി ക്വസ്റ്റ്യൻ മാത്രമേ അവിടെ നിന്ന് ചോദിക്കത്തുള്ളൂ. അവിടെ നിന്ന് 7 മാർക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ നോക്കുവാണെങ്കിൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തന്നെയാണ് 3 മാർക്കിൻ്റെത്. ഇവിടെ 1 മാർക്ക് എന്ന് എഴുതിയാലും ആക്ച്വലി ഇവിടെ മൊത്തം 6 മാർക്ക് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മാർക്കിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവും പിന്നെ എന്താണ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് 3 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. അത് മാറിക്കൊണ്ടിരിക്കും. ഈ 3 ചാപ്റ്ററും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വെയിറ്റേജ് 6 മാർക്കോ 3 മാർക്കോ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ തന്നെയാണ്. സാമ്പിൾ ക്വസ്റ്റ്യനിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് എന്നെങ്കിലും. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ബോർഡ് ഒഫീഷ്യലായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വെയിറ്റേജ് ഉണ്ട്. ആ വെയിറ്റേജ് ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വെയിറ്റേജുമായിട്ട് നീതി പുലർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്നും നമ്മുടെ ബോർഡിൻ്റെ പാറ്റേൺ അനുസരിച്ച് 16 മാർക്കിനായിരുന്നു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. പക്ഷേ നമുക്ക് മനസ്സിലായി ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 15 മാർക്കിൽ മാത്രമേ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. 1 മാർക്കിൻ്റെ ഒരു ഷോർട്ടേജ് അവിടെ ഉണ്ടായിരുന്നു. സെക്കൻഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അടുത്ത വരുന്ന 4 ചാപ്റ്ററായ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം, അതേപോലെ തന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ആൾട്ടർനേറ്റിംഗ് കണ്ട് ഈ 4 ചാപ്റ്ററിൽ നിന്നും 17 മാർക്കിനായിരുന്നു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. പക്ഷെ നമ്മളോട് 18 മാർക്കിന് സാമ്പിൾ ക്വസ്റ്റ്യനുകൾ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ 1 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കയറിയും ഇറങ്ങിയും പോയിട്ടുണ്ട്. അത് വലിയ കാര്യമില്ല. ബാക്കിയെല്ലാം പക്കയാണ്. 18, 18, 12, 12, 7, 7 ഇങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സെക്ഷനിലും ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് തന്നെയാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര തിയറി ക്വസ്റ്റ്യൻ, അതേപോലെ ന്യൂമറിക്കൽ, ഡെറിവേഷൻ, ഇത് നമുക്ക് ഓരോ ചാപ്റ്ററിനും എത്ര വെയിറ്റേജിനെ ചോദിച്ചു നോക്കാം. ആദ്യം നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. തിയറി ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക്സ് ആൻഡ് മാറ്ററിൽ നിന്ന് 2 മാർക്കിന് തിയറി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ന്യൂക്ലിയറിൽ നിന്ന് 3 മാർക്കിനുണ്ടായിരുന്നു. സെമി കണ്ടക്ടറിൽ നിന്നും 3 മാർക്കിന് തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ സെമി കണ്ടക്ടറിൽ നിന്നും തിയറി ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഇനി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിൽ നിന്നും 2 മാർക്കിനും, അതേപോലെ തന്നെ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിക്സിൽ നിന്ന് 3 മാർക്കിനും, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് 3 മാർക്കിനും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ നിന്നും 2 മാർക്കിനും തിയറി ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നീട് ഡെറിവേഷൻ ആണ്. പല കുട്ടികളും പറയുന്നുണ്ട് ഡെറിവേഷൻ അങ്ങനെ ബോർഡ് എക്സാമിന് CBSE ബോർഡ് എക്സാമിനേഷൻ അങ്ങനെ വലുതായിട്ട് ചോദിക്കത്തില്ലെന്നാണ്. ഒരിക്കലുമല്ല. ഡെറിവേഷനും എന്തുണ്ട്, കുറച്ച് വെയിറ്റേജ് ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്നും 5 മാർക്കിന് ഡെറിവേഷൻ വെച്ചിരിക്കുന്നത്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നിന്നും 2 മാർക്കിനും, വേവ് ഒപ്റ്റിക്സിൽ നിന്നും 3 മാർക്കിനും, ഡ്യുവൽ നേച്ചറിൽ നിന്നും 3 മാർക്കിനും. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും 12 മാർക്കിനാണ് വെയിറ്റേജ് ചോദിച്ചിരിക്കുന്നത്. 12 മാർക്കിനാണ് ഡെറിവേഷൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. 12 മാർക്ക് എന്ന് പറയുന്നത് ചെറിയ നിസ്സാരമായൊരു മാർക്കല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അതേപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും തിയറി ക്വസ്റ്റ്യനും ഉണ്ട്. ബാക്കി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ കേസ് സ്റ്റഡിയും പിന്നീട് വരുന്ന നമ്മുടെ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനും ആണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഡെറിവേഷൻ മാത്രമോ അല്ലെങ്കിൽ തിയറി ക്വസ്റ്റ്യൻ മാത്രമോ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു മാർക്കിലൂടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൻ്റെ കോൺസെപ്റ്റുകൾ നല്ല ക്ലാരിറ്റിയിൽ പഠിച്ചു പോയെങ്കിൽ മാത്രമേ നല്ലൊരു മാർക്കിലൂടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സൈലം ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻഡ് ഗെയിം ബാച്ചാണ്. എൻഡ് ഗെയിം ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജനുവരി 10-ാം തീയതി വരെ അഡ്മിഷൻ എടുക്കുന്ന മക്കൾക്ക് നമ്മൾ NY15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 15% ഓഫറോടുകൂടി പഠിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കുകയാണ്. അത് മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് നമ്മൾ സ്മാർട്ട് വാച്ചും സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി സമയം കളയാനില്ല. ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ട സമയമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ എൻഡ് ഗെയിമിൽ ചേരുക. നമുക്ക് ഉഷാറായിട്ട് പഠിച്ച് മുഴുവൻ മാർക്ക് അതിന് അടിച്ചെടുക്കാം. അപ്പോൾ ബൈ ബൈ മക്കളെ.